ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് മുളക് പൊടിയൊന്നും ചേർക്കാതെ മുളക് പൊടി ചേർത്തുണ്ടാക്കുന്ന കുറുമയേക്കാളും കൂടുതൽ ടേസ്റ്റിലുള്ള ഒരു എഗ് കുറുമ റെഡിയാക്കാം. ഇത് അപ്പത്തിൻ്റെയും നൂലപ്പത്തിൻ്റെയും പത്തിരിയുടെ എല്ലാം കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ആദ്യം ഇതിലേക്കുള്ള തേങ്ങയൊന്ന് അരച്ചെടുക്കണം. ഇതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇതിലോട്ട് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇത് രണ്ടും കൂടി നന്നായി തന്നെ ഒന്ന് അരച്ചെടുക്കാം. മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഒരു പാൻ വെച്ച് 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഞാനൊരു 5 എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. അതിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എഗ്ഗ് ഒരു സൈഡൊന്ന് ആയി വരുമ്പോൾ ഒന്ന് മറിച്ചിട്ടിട്ട് ഇതൊന്ന് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഇപ്പം എല്ലാം ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. ഇതേ ഓയിലിലോട്ട് ഇനി 2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലോട്ട് 3 ചെറിയ പീസ് പട്ടയും 3 കരയാമ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് 5 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിതിലോട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല. പച്ചമുളകും കുരുമുളകും മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ സവാള എല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇത്രയും മതിയാവും. ഇതിലോട്ട് ചെറിയ പീസ് ഇഞ്ചി 5 വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ റോസ് സ്മെല്ലൊന്ന് മാറി വരണം. അതുവരെ ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. ഇതിലോട്ടൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഈ തക്കാളി നന്നായി തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളി ഇവിടെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടിയുടെ റോസ് സ്മെല്ലെല്ലാം ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് അരച്ച് വെച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറിൽ അല്പം വെള്ളം ചേർത്ത് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഗ്രേവിക്ക് എത്ര തിക്നെസ് വേണമോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഓവറായി കൂടി പോകരുത്, അപ്പോൾ ടേസ്റ്റ് മാറിപ്പോകും. ഇതിലോട്ട് ഫ്രൈ ചെയ്ത് വെച്ച് എഗ്ഗും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ സമയം കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും എഗ്ഗിൽ ഈ അരപ്പെല്ലാം നന്നായി പിടിച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ടാവും. 3 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ എഗ് കറി ഇവിടെ നല്ല സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഈ രീതിയിൽ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണ നമ്മൾ മുളക് പൊടിയെല്ലാം ചേർത്ത് ഉണ്ടാക്കുന്ന മുട്ടക്കറിയേക്കാളും നല്ല ടേസ്റ്റാണ് ഈ മുട്ടക്കറി കഴിക്കാനായിട്ട്. പത്തിരിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയെല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.